ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 6th മൊഡ്യൂളിലെ ലെയ്ത്ത് എന്ന മെഷീൻ ടൂളിനെ പറ്റിയാണ്. ആദ്യം എന്താണ് മെഷീൻ ടൂൾ, എന്താണ് മെഷീനിങ് എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, മെഷീനിങ്. മെഷീനിങ് ഈസ് എ മാനുഫാക്ചറിങ് പ്രോസസ് ബൈ വിച്ച് എ വർക്ക് പീസ് ഈസ് ഗിവൺ എ ഡിസൈർഡ് ഷേപ്പ്, സൈസ് and surface finish by removing excess material from the workpiece with the help of a properly shaped cutting tool. മെഷീനിങ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു മെറ്റൽ റിമൂവിങ് പ്രോസസ്സാണ്. അതായത് റോ മെറ്റീരിയലിൽ നിന്ന് മെറ്റൽ റിമൂവ് ചെയ്തിട്ട് കട്ടിംഗ് ടൂൾ വെച്ച് മെറ്റൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ ഷേപ്പിലോട്ടോ സൈസിലോട്ടോ അല്ലെങ്കിൽ സർഫസ് ഫിനിഷൊക്കെ കൊടുക്കുന്ന പ്രോസസ്സാണ് മെഷീനിങ് എന്ന് പറയുന്നത്. മെഷീനിങ്ങിൻ്റെ ഫീച്ചർ എന്ന് വെച്ചാൽ അതൊരു മെറ്റൽ റിമൂവിങ് പ്രോസസ്സാണ്. ഇൻ ഓൾ മെഷീനിങ് പ്രോസസ് സ്യൂട്ടബിൾ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ വർക്ക് പീസ് ആൻഡ് കട്ടിംഗ് ടൂൾ ഈസ് പ്രൊവൈഡഡ് ടു റിമൂവ് മെറ്റീരിയൽ ഫ്രം ദി അൺവാണ്ടഡ് റീജിയൻ. അതിൻ്റെ മീനിങ് എന്താണ്? വർക്ക് പീസിലാണ് ഞാൻ ഓപ്പറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അതും കട്ടിംഗ് ടൂളും തമ്മിൽ എന്ത് വേണം? റിലേറ്റീവ് മോഷൻ വേണം. ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതാണ് വർക്ക് പീസ്, അതെന്ത് ചെയ്യുന്നുണ്ടാവും? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കട്ടിംഗ് ടൂള് താഴെയുള്ളതാണ് കട്ടിംഗ് ടൂള്, അതെന്ത് ചെയ്യുന്നുണ്ടാവും? റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ടാവും. അതായത് കട്ടിംഗ് ടൂളിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടക്കുന്നുണ്ടാവും ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവും, അൺവാണ്ടഡ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. രണ്ട് ടൈപ്പ് കട്ടിംഗ് ടൂളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളും രണ്ടാമത്തത് മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിന് എന്തേ ഉണ്ടാവുള്ളൂ? ഒരു കട്ടിംഗ് എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തതാണ് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ. മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾ ഹാസ് എ നമ്പർ ഓഫ് ടീത്ത് ഓർ കട്ടിംഗ് എഡ്ജസ് ഓൺ ദി പെരിഫറി. ഇത് കാണിച്ചിരിക്കുന്നത് മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾ എന്നുണ്ടാവും? ഒന്നിൽ കൂടുതൽ കട്ടിംഗ് എഡ്ജസ് അല്ലെങ്കിൽ ടീത്ത് ഉണ്ടാവും. സിംഗിൾ പോയിൻ്റ് നെയിം കണക്കിന് തന്നെയാണ്, ഒറ്റ കട്ടിംഗ് എഡ്ജ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൾട്ടി പോയിൻ്റിൽ ഒന്നിൽ കൂടുതൽ കട്ടിംഗ് എഡ്ജസ് ഉണ്ടാവും. എ മെഷീൻ വിച്ച് പെർഫോംസ് ദ മെറ്റീരിയൽ റിമൂവൽ ഓപ്പറേഷൻ വിത്ത് ടൂൾ ടു പ്രൊഡ്യൂസ് ഡിസൈഡ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ വർക്ക് പീസ് ഈസ് നോൺ ആസ് എ മെഷീൻ ടൂൾ. പറഞ്ഞിരിക്കുന്നത് മെഷീൻ ടൂളിൻ്റെ ഡെഫിനേഷനാണ്. എന്താണ് മെഷീൻ ടൂൾ? ആ മെറ്റൽ റിമൂവൽ പ്രോസസ്സ് നടത്തുന്ന ഒരു മെഷീനാണ് മെഷീൻ ടൂൾ. ഓക്കെ, മെഷീൻ ടൂൾസിൽ വർക്ക് പീസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ആ ഫൈനൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് മെഷീൻ ടൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് പഠിക്കാനുള്ള മെഷീൻ ടൂളാണ് ലെയ്ത്ത്. ലെയ്ത്ത് ഈസ് എ ജനറൽ പർപ്പസ് മെഷീൻ ടൂൾ വിച്ച് റിമൂവ്സ് എക്സസ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് ഇൻ ദ ഫോം ഓഫ് ചിപ്പ് ബൈ റൊട്ടേറ്റിംഗ് ദ വർക്ക് പീസ് അഗെയിൻസ്റ്റ് എ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ. ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് മെഷീൻ ടൂൾസാണ്. ഡിഫറെൻറ്റ് കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലെയ്ത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ചിപ്പ് എന്ന് വെച്ചാൽ ആ കട്ട് ചെയ്ത് കളയുന്ന അൺവാണ്ടഡ് മെറ്റീരിയലിനെ പറയുന്ന പേരാണ് ചിപ്പ്. ലെയ്ത്തിൽ എന്ത് ചെയ്യും? നമ്മളെ വർക്ക് പീസ് ഹോൾഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതും പിന്നെ മെയിനായിട്ട് ലെയ്ത്തിൽ ഉപയോഗിക്കുന്നത് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂൾസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, പക്ഷേ ലെയ്ത്തിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ എന്തുണ്ടാവും? അതിന് റിലേറ്റീവ് മോഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യും? അൺവാണ്ടഡ് മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയും. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ലെയ്ത്ത് ഈസ് ടു പ്രൊവൈഡ് സ്യൂട്ടബിൾ മീൻസ് ടു ഹോൾഡ് എ വർക്ക് പീസ് ആൻഡ് റൊട്ടേറ്റ് ഇറ്റ് എബൌട്ട് എൻ ആക്സിസ്. ലെയ്ത്തിൻ്റെ മെയിൻ റിക്വയർമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വേണം? ലെയ്ത്ത് നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. A cutting tool is fed parallel, inclined or perpendicular to the axis of rotation of workpiece to remove material from the workpiece to give the required shape and size. അതായത് കട്ടിംഗ് ടൂള് ലെയ്ത്ത് ആക്സിസിന് അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ ആക്സിസിന് ഒന്നിക്കൽ പാരലായിട്ട് ഫെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പെർപെൻഡിക്കുലറായിട്ടും ചെയ്യുക. ഓരോരോ അലൈൻമെൻറ്റിൽ ചെയ്യുന്ന സമയത്ത് ഡിഫറൻറ്റ് ഷേപ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അത് ഓരോന്നായിട്ട് നോക്കാം. First one, if the cutting tool is moved parallel to the axis of rotation of workpiece, a cylindrical surface is produced. ആ ഫിഗർ നോക്കിയാൽ അത് മനസ്സിലാവും. ഇതാണ് വർക്ക് പീസിൻ്റെ ആക്സിസ്. അതിന് പാരലൽ ഡയറക്ഷനിലാണ് കട്ടിംഗ് ടൂള് മൂവ് ചെയ്യുന്നെങ്കിൽ
കിട്ടുന്ന സർഫസ് എന്താണ്? സിലിണ്ടറിക്കലാണ്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് വർക്ക് പീസിൻ്റെ ആക്സിസ് ഉണ്ടാവുക. അതിന് പാരലായിട്ട് കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിലിണ്ടറിക്കൽ സർഫസ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ, ഇഫ് ദ കട്ടിംഗ് ടൂൾ ഈസ് മൂവ്ഡ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് വർക്ക് പീസ് എ ഫ്ലാറ്റ് സർഫസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ ഇതാണ് വർക്ക് പീസിൻ്റെ ആക്സിസ്. ഇവിടെ എങ്ങനെ കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്നത്? അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആക്സിസ് എന്ന് പറയുന്നത് വർക്ക് പീസിൻ്റെ ആക്സിസ് ഇതാണ്. അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, ഇഫ് ദ കട്ടിംഗ് ടൂൾ ഈസ് മൂവ്ഡ് ഇൻക്ലൈൻഡ് ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് വർക്ക് പീസ് എ കോണിക്കൽ ഓർ ടാപ്പേർഡ് സർഫസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ ഇതാണ് കട്ടിംഗ് ടൂളിൻ്റെ ആക്സിസ്. വർക്ക് പീസ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? പാരലലും അല്ല പെർപെൻഡിക്കുലറും അല്ല, ഒരു ഇൻക്ലൈൻഡ് ആംഗിളിലാണ് മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു കോണിക്കൽ സർഫസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് ലെയ്ത്തിൻ്റെ പ്രിൻസിപ്പൽ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 2 ലെഗ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബെഡ് ഉണ്ട്. ലെയ്ത്തിൻ്റെ മെയിൻ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ബെഡാണ്. ലെഫ്റ്റ് സൈഡിൽ ഹെഡ് സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ മുകളിൽ വർക്ക് ഹോൾഡിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. റൈറ്റ് സൈഡിൽ ടെയിൽ സ്റ്റോക്ക് ആണ്. ഇൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക് ക്യാരേജ് ആണ്. ഓക്കെ, ഇതിൽ ഓരോ കമ്പോണൻസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓരോ കമ്പോണൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ബെഡ്. Bed is the base or foundation of the lathe. It provides required strength and rigidity to the machine. നമ്മുടെ ലെയ്ത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലെയ്ത്ത് ബെഡാണ്. ആ മെഷീൻ ആവശ്യമായ സ്ട്രെങ്ത്തും റിജിഡിറ്റി ഒക്കെ കൊടുക്കുന്നത് അതിൻ്റെ ബെഡാണ്. ബെഡ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ഓൾ അതർ പാർട്സ്, ദാറ്റ് ഈസ് ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, കാരേജ് എക്സെട്ര. ടോപ്പ് ഓഫ് ദി ബെഡ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഗൈഡ്സ് ഓർ വെയ്സ് ഫോർ കാരേജ് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. അതായത് ലെയ്ത്തിൻ്റെ ബാക്കി എല്ലാ പാർട്സിനെയും സപ്പോർട്ട് ചെയ്യുന്നത്, ഹെഡ് സ്റ്റോക്ക് ആയാലും ടെയിൽ സ്റ്റോക്ക് ആയാലും കാരേജ് ആയാലും എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ലെയ്ത്ത് ബെഡാണ്. അത് കൂടാണ്ട് എന്താണ്? ഹെഡ് സ്റ്റോക്ക് ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ആണ്. ടെയിൽ സ്റ്റോക്കിന് മൂവ് ചെയ്യാനുള്ള ആവശ്യമായ ഗൈഡ് വെയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബെഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കാരേജിന് മൂവ് ചെയ്യാൻ ആവശ്യമായ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യാൻ ആവശ്യമായ വെയ്സ് എവിടെ കൊടുത്തിട്ടുണ്ട്? ബെഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Second, headstock. Headstock assembly is permanently fastened to the left end of the lathe. A spindle is supported in headstock. Spindle is a hollow cylindrical shaft supported by bearing. Work holding devices such as faceplate, chucks, etc. may be mounted on the spindle nose. അതായത് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ലെയ്ത്തിൻ്റെ ലെഫ്റ്റ് എൻഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പാർട്ടാണ്. ഓക്കെ, ലെയ്ത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. ആ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആവശ്യമായ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഹെഡ് സ്റ്റോക്കിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ആ വർക്കിനെ ഹോൾഡ് ചെയ്യുന്ന ഡിവൈസൊക്കെയാണ് ഫേസ് പ്ലേറ്റ്, ചക്ക് ഒക്കെ പറയുന്നത്. എന്ത് ചെയ്യും? ഈ ഫേസ് പ്ലേറ്റും ചക്കൊക്കെ വർക്കിനെ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആ റൊട്ടേറ്റ് ഈ വർക്ക് ഹോൾഡിംഗ് ഡിവൈസൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ടാവുക സ്പിൻഡിലാണ്. സ്പിൻഡിൽ എവിടെ നിന്ന് കിട്ടും? സ്പിൻഡിലിന് പവർ കിട്ടും. ഹെഡ് സ്റ്റോക്ക് ഹാസ് എ ഗിയർ ബോക്സ് ഫോർ ചേഞ്ചിങ് ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് സ്പിൻഡിൽ ആൻഡ് ദർ ബൈ ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് വർക്ക് പീസ്. സ്പിൻഡിലിന് കിട്ടുന്ന പവർ എന്ത് ചെയ്യും? സ്പിൻഡിലിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഈ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിന് കിട്ടും. ഓക്കെ, ആ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോർമലി എന്തും ചെയ്യും? നമ്മളെ വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. ഇതിനെ ചക്ക് എന്ന് പറയും. ഇത് 4 ജോ ചക്കാണ്. ഇത് 4 ജോസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ചക്ക് ഇവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും, സ്പിൻഡിലിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. സ്പിൻഡിലിന് കിട്ടുന്ന പവർ എന്ത് ചെയ്യും? ഈ ചക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്നത് 3 ജോ ചക്കാണ്. ഓക്കെ, ഇതിന് 3 ജോസാണുള്ളത്. അതെങ്ങനെയാണ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തതെന്ന് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. വർക്ക് പീസിനെ ജോസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചക്ക് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചക്ക് റൊട്ടേറ്റ് ചെയ്യും, എന്തും റൊട്ടേറ്റ് ചെയ്യും, വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും. തേർഡ് കമ്പോണൻറ്റ് ടെയിൽ സ്റ്റോക്ക്.
Tailstock is mounted on the bed at the right end and can be clamped at any convenient position. It supports one end of the workpiece. It is also used for holding a tool for performing operations such as drilling, reaming, etc. ഈ കാണിച്ചിരിക്കുന്നതാണ് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതെന്താണ്, റൈറ്റ് എൻഡിലാണ് ഉണ്ടാവുക, പക്ഷേ ഇതിവിടെ പെർമനൻ്റ്ലി ഫിക്സഡ് അല്ല, ഇതിന് ബെഡ് വേസിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ടെയിൽ സ്റ്റോക്കിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ലോങ് വർക്ക് പീസ് ആണെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് സപ്പോർട്ട് ചെയ്യുക, ഷോർട്ട് വർക്ക് പീസ് ആണെങ്കിൽ ജസ്റ്റ് ജോസിൽ മാത്രം ചക്കിൽ മാത്രം ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ എന്താണ്, ലോങ് വർക്ക് പീസ് ആണെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് റൈറ്റ് എൻഡും കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. വേറൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് കട്ടിംഗ് ടൂൾ, ഡ്രില്ലിംഗ് പോലുള്ള ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ടൂൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെയിൽ സ്റ്റോക്ക് ഉപയോഗിക്കുന്നത്. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ടെയിൽ സ്റ്റോക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ വർക്ക് പീസിൻ്റെ ഒരു എൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടെയിൽ സ്റ്റോക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിലോ ഇവിടെ ഒരു ഡ്രിൽ ബിറ്റ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഡ്രിൽ ബിറ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ടെയിൽ സ്റ്റോക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർത്ത് വൺ, carriage. In between headstock and tailstock is the carriage. Carriage consists of several parts that serve to support the cutting tool and to control the action of cutting tool. It can be moved along the bedways provided at the top of the bed. കാരേജ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, ഈ കാണിച്ചിരിക്കുന്നതാണ് കാരേജ്. അതെവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്കാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്, കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യുകയാണ് മെയിനായിട്ട് കാരേജിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. കാരേജിന് ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാവശ്യമായ വെയ്സ് എവിടെ കൊടുത്തിട്ടുണ്ടാവും, ലെയ്ത്ത് ബെഡിൽ കൊടുത്തിട്ടുണ്ടാവും. കാരേജിന് 5 മെയിൻ പാർട്സ് ആണുള്ളത്. അത് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സാഡിൽ. ദ ബേസ് ഓഫ് ദ കാരേജ് ഈസ് സാഡിൽ വിച്ച് സ്ലൈഡ്സ് അലോങ് ദ ബേസ് ഓഫ് ദി ലെയ്ത്ത് ബെഡ്. അതായത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എൻ്റയർ കാരേജ് അസംബ്ലിയുടെ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആരാണ്, സാഡിലാണ്. ആ സാഡിലാണ് ലെയ്ത്ത് ബെഡിന് കൊടുത്തിരിക്കുന്ന വെയ്സിൻ്റെ മുകളിലൂടെ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ആപ്രോൺ. Apron is fixed below the saddle. It contains gears and levers for the manual and automatic motion of the carriage. ഈ താഴത്തെ പാർട്ടാണ് ആപ്രോൺ എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് എന്താ കണ്ടെയ്ൻ ചെയ്യുന്നത്, ഈ കാരേജിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ലിവേഴ്സും ഗിയേഴ്സൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ആപ്രോൺ. സാഡിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് ഡയറക്റ്റ് സ്ലൈഡ് ചെയ്യുന്നതാണ് സാഡിൽ എന്ന് പറയുന്നത്. എൻ്റെ താഴായിട്ട് കൊടുത്തിരിക്കുന്ന ആപ്രോണിൽ എൻ്റയർ കാരേജിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായ ലിവേഴ്സും അതേപോലെ ഗിയേഴ്സൊക്കെ ഉണ്ട്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് ഹാൻഡ് വീൽ എന്നൊക്കെ പറയുന്നത് ആപ്രോണിലാണ് ഫിക്സ് ആയിട്ടുണ്ടാവുക. അടുത്തത് ക്രോസ് സ്ലൈഡ്. ക്രോസ് സ്ലൈഡ് ഈസ് മൗണ്ടഡ് ഓൺ സാഡിൽ. ഇറ്റ് പ്രൊവൈഡ്സ് കട്ടിംഗ് ടൂൾ മോഷൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി സെൻറ്റർ ലൈൻ ഓഫ് ലെയ്ത്ത്. ഈ കാണിച്ചിരിക്കുന്നതാണ് ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ കട്ടിംഗ് ടൂളിന് ലെയ്ത്ത് ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മോഷൻ കൊടുക്കാനാണ്. ലെയ്ത്ത് ആക്സിസ് ഇതേമാതിരിയാണ് പോകുന്നുണ്ടാവുക. ഓക്കെ, അതിൻ്റെ പാരലൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, ഈ കാരിയേജ് ഫീഡ്, ഈ ഒരു ലിവർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിൽ കാരിയേജ് മൂവ് ചെയ്യും. എനക്കെന്ത് വേണം, ലെയ്ത്ത് ആക്സിസ് ഇതാണ്, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. അതിന് മൂവ്മെൻറ്റിന് ആവശ്യമായ അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നതാണ് ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും, കട്ടിംഗ് ടൂളിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് കട്ടിംഗ് ടൂൾ മോഷൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു സെൻറ്റർ ലൈൻ ഓഫ് ലെയ്ത്ത്. ഫോർത്ത് വൺ, കോമ്പൗണ്ട് റെസ്റ്റ്. Compound rest is mounted on the top of the cross slide. The compound rest has a graduated base and can be swelled around a vertical axis. Compound rest enables the cutting tool to position at a desired angle. ഈ ക്രോസ് സ്ലൈഡിൻ്റെ മുകളിലായിട്ട് ഉള്ളതാണ് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ ബേസ് ഒരു ഗ്രാജുവേറ്റഡ് ബേസ് ഉണ്ടാവും. ഈ കോമ്പൗണ്ട് റെസ്റ്റിന് എന്ത് ചെയ്യുക, ഒരു വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കോമ്പൗണ്ട് റെസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആംഗിളിലോട്ട് എന്ത് ചെയ്യുക, കട്ടിംഗ് ടൂളിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഓക്കെ, കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ്. കട്ടിംഗ് ടൂളിനെ ഡിസൈഡ് ആംഗിളിൽ പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഫിഗറാണ് കോമ്പൗണ്ട് റെസ്റ്റിനെ, ഇതാണ് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഗ്രാജുവേറ്റഡ് ബേസ് എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് വൺ, ദ ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റ് ഈസ് മൗണ്ടഡ് ഓൺ കോമ്പൗണ്ട് റെസ്റ്റ്. കട്ടിംഗ് ടൂൾ ക്യാൻ ബി ഫേംലി ഹെൽഡ് ഓൺ ഇറ്റ്. അതായത് കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിലായിട്ടാണ് എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, ടൂൾ പോസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആ ടൂൾ പോസ്റ്റിലാണ് നമ്മളെ കട്ടിംഗ് ടൂൾ ഫേംലി ഹെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതാണ് ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ. അതിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൂൾ പോസ്റ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ക്യാരേജിൽ വരുന്ന മെയിൻ പാർട്സ്. അടുത്തത് ലെയ്ത്ത് സെൻറ്റേഴ്സ്. The most common method of holding the job in a lathe is between the two centers known as live center and dead center. ലെയ്ത്ത് സെൻറ്റേഴ്സ് ഉപയോഗിക്കുന്നത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലൈവ് സെൻറ്ററും ഉണ്ട്, ഡെഡ് സെൻറ്ററും ഉണ്ട്. ആ ഹെഡ് സ്റ്റോക്കിലില്ലേ സപ്പോർട്ടിംഗ് പാർട്ടിനെ ലൈവ് സെൻറ്റർ എന്ന് പറയും. അതേമാതിരി ടെയിൽ സ്റ്റോക്കിൽ വരുന്നത് എന്താണ്, ഡെഡ് സെൻറ്ററാണ്. പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ ലൈവ് സെൻറ്റർ എന്നുണ്ടാവും, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു സെൻറ്റർ എന്തുണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് പ്രൊപ്പോർഷണലായിട്ട് ആരും റൊട്ടേറ്റ് ചെയ്യും, വർക്ക് പീസും റൊട്ടേറ്റ് ചെയ്യും. ഇതെന്താണ്, ഡെഡ് സെൻറ്റർ ജസ്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ലൈവ് സെൻറ്ററിലോട്ട് പവർ വരുന്നുണ്ട്, റൊട്ടേഷനിലെ പവർ വരുന്നുണ്ട്. ഡെഡ് സെൻറ്റർ എന്താണ്, ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തത് ലീഡ് സ്ക്രൂ. ലീഡ് സ്ക്രൂ ഈസ് എ ലോങ് ത്രെഡഡ് ഷാഫ്റ്റ് വിച്ച് ഈസ് ബ്രോട്ട് ഇൻ ടു ആക്ഷൻ ഓൺലി വെൻ ത്രെഡ്സ് ഹാവ് ടു ബി കട്ട്. The rotation of lead screw is used to move the tool along the work to produce screw thread. അതായത് ത്രെഡൊക്കെ കട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻസ്, ലെയ്ത്തിൽ ത്രെഡൊക്കെ കട്ട് ചെയ്യേണ്ട ഓപ്പറേഷൻസ് വരുന്ന സമയത്താണ് ലീഡ് സ്ക്രൂ ഉപയോഗിക്കുന്നത്. ത്രെഡ് കട്ടിങ് ആവുന്ന സമയത്ത് ഈ ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്തിട്ടാണ് കട്ടിംഗ് ടൂളിന് മോഷൻ കൊടുക്കുക. അല്ലാത്ത സമയത്തൊക്കെ എന്തായിരിക്കും, ഡിസെൻഗേജ്ഡ് പൊസിഷനിലാണ് ഉണ്ടാവുക. അടുത്ത ടോപ്പിക്ക് ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ലെയ്ത്ത്. അതായത് ലെയ്ത്തിൽ പെർഫോം ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഫേസിങ്. ഇറ്റ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് മെഷീനിങ് ദ എൻഡ്സ് ഓഫ് എ വർക്ക് പീസ് ടു ഒബ്റ്റെയിൻ ഫ്ലാറ്റ് സർഫസ്. ഇറ്റ് ഇൻവോൾവ്സ് മൂവിങ് ദ കട്ടിംഗ് ടൂൾ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് വർക്ക് പീസ്. ഫേസിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഫേസിംഗ് എന്ന് പറയുന്നത്. ഇത് വർക്ക് പീസിൻ്റെ എൻഡിൽ, ഇതാണ് വർക്ക് പീസിൻ്റെ ആക്സിസ്. ഇതെന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ചക്കിൽ ഹോൾഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യും, വർക്ക് പീസിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് ചെയ്യും, കട്ടിംഗ് ടൂള് ഫീഡ് ചെയ്യും. ആ സമയത്ത് എന്താ കിട്ടുക, ഒരു ഫ്ലാറ്റ് സർഫസ്. വർക്ക് പീസിൻ്റെ എൻഡിൽ എന്തുണ്ടാവും, ഫ്ലാറ്റ് സർഫസ് കിട്ടുന്നുണ്ടാവും. ഇതാണ് വർക്ക് പീസിൻ്റെ ആക്സിസ്. അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ടേണിംഗ് ആണ്. ടേണിംഗ് ഈസ് ദ റിമൂവൽ ഓഫ് മെറ്റീരിയൽ ഫ്രം ദി പെരിഫറി ഓഫ് ദ വർക്ക് പീസ് ടു ഒബ്റ്റെയിൻ സിലിണ്ടറിക്കൽ സർഫസ്. Turning can be carried out by holding the work in a chuck or by supporting the work in between lathe centers. The cutting tool is fed parallel to the axis of rotation of work. എന്ത് ചെയ്തിട്ടുണ്ടാവും, ടേണിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വർക്ക് പീസിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ചക്കിൽ ഹോൾഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ടൂൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ വർക്ക് പീസിൻ്റെ ആക്സിസിൻ്റെ പാരലൽ ഡയറക്ഷനിലാണ് ടൂള് മൂവ് ചെയ്യുന്നുണ്ടാവുക. പ്രൊഡ്യൂസ് ചെയ്യുന്ന സർഫസ് എന്തായിരിക്കും, സിലിണ്ടറിക്കൽ സർഫസ് ആയിരിക്കും. തേർഡ് വൺ, ടേപ്പർ ടേണിംഗ്. ടേപ്പർ ടേണിംഗ് മീൻസ് പ്രൊഡ്യൂസിങ് കോണിക്കൽ സർഫസ് ബൈ ഗ്രാജുവൽ റിഡക്ഷൻ ഇൻ ഡയമീറ്റർ ഫ്രം എ സിലിണ്ടറിക്കൽ വർക്ക് പീസ്. അതായത് കോണിക്കൽ സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ടേപ്പർ ടേണിംഗ് എന്ന് പറയുന്നത്. അതായത് കട്ടിംഗ് ടൂൾ അറ്റ് ആൻ ആംഗിൾ ടു ദി ആക്സിസ് ഓഫ് വർക്ക് പീസ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക, കോണിക്കൽ സർഫസ് അല്ലെങ്കിൽ ടേപ്പേർഡ് സർഫസ് ആണ് കിട്ടുക. അതിനുപയോഗിക്കുന്ന മെത്തേഡ്സ്, അതിൻ്റെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് വൺ, കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ, ഫോമിംഗ് ടൂൾ മെത്തേഡ്. തേർഡ് വൺ, ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്. ഫോർത്ത് വൺ, ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ്. ഫോർത്ത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നേളിംഗ് ഓപ്പറേഷനാണ്. നേളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റഫനിങ് എ സ്മൂത്ത് സർഫസ് ഓഫ് എ സിലിണ്ടറിക്കൽ വർക്ക് പീസ്. അതായത് സ്മൂത്തായിട്ടുള്ള സിലിണ്ടറിക്കൽ സർഫസിനെ റഫൻ ചെയ്യുന്നത്, ആ ഓപ്പറേഷന് പറയുന്ന പേരാണ് നേളിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും,
ഗ്രിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സ്മൂത്തായ സർഫസിൽ എന്തായിരിക്കും, ഗ്രിപ്പ് കുറവായിരിക്കും. സർഫസിന് ഗ്രിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നേളിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഫോർ നേളിംഗ് പ്രോസസ് ദ വർക്ക് പീസ് ഈസ് ഹെൽഡ് ബിറ്റ്വീൻ ദ ചക്ക് ആൻഡ് ഡെഡ് സെൻറ്റർ ആൻഡ് റൊട്ടേറ്റഡ് അറ്റ് റിക്വയർഡ് സ്പീഡ്. The nailing tool is held rigidly in the tool post. Then nailing tool is pressed against the revolving workpiece. എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ വർക്ക് പീസിൻ്റെ ഒരു എൻഡ് ചക്കിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും, മറ്റേ എൻഡ് ഡെഡ് സെൻറ്റർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. നേളിംഗ് ഓപ്പറേഷനിൽ മിക്കവാറും ഡെഡ് സെൻറ്ററിൽ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താ വർക്ക് പീസ് ഡിഫ്ലക്റ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ നേളിംഗ് ടൂൾ എന്ത് ചെയ്യും, ഈ റൊട്ടേറ്റിംഗ് വർക്ക് പീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് എന്താ ഇതേപോലെയുള്ള നേളിംഗ് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതാണ് നേളിംഗ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, ത്രെഡ് കട്ടിങ്. ത്രെഡ് എന്ന് വെച്ചാൽ അതിൻ്റെ സർഫസിൽ ഉണ്ടാകുന്ന ഹെലിക്കൽ ഗ്രൂവ്സ് ആണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ത്രെഡ് കട്ടിങ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്യിക്കും. Thread cutting is the process of obtaining continuous helical grooves on the surface of an object. Lead screw is used for the movement of cutting tool in thread cutting. The saddle receives its motion from lead screw. അതായത് ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാനുവലായിട്ടായിരിക്കില്ല, സാഡിലിന് ഡയറക്റ്റായിട്ട് ആര് പവർ കൊടുക്കും, ലീഡ് സ്ക്രൂ തന്നെ പവർ കൊടുക്കും. For each turn of the screw, saddle moves along the bed at a distance equal to pitch of the lead screw. അതായത് ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിച്ചിന് പ്രൊപ്പോർഷണലായിട്ട് എന്തുണ്ടാവും, സാഡിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ദ ടൂൾ ഹെൽഡ് ഇൻ ദ ടൂൾ പോസ്റ്റ് ഓൾസോ മൂവ്സ് ദ സെയിം ഡിസ്റ്റൻസ്. അതായത് ടൂൾ പോസ്റ്റിൽ മൂവ് ചെയ്തിരിക്കുന്ന ടൂളും അതിന് പ്രൊപ്പോർഷണലായിട്ട് മൂവ് ചെയ്യും. ഈ ഒബ്ജക്റ്റിൽ റിക്വേർഡ് പിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ റിക്വേർഡ് പിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ത്രെഡ് കട്ടിങ്ങിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത് ഹെലിക്കൽ ഗ്രൂവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ത്രെഡ് കട്ടിങ് എന്ന് പറയുന്നത്. അതിനെന്ത് ഉപയോഗിക്കുന്നുണ്ട്, ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്തിട്ടാണ് ത്രെഡ് കട്ടിങ് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. അടുത്തത് ഡ്രില്ലിംഗ്. ഡ്രില്ലിംഗ് എല്ലാവർക്കും അറിയുന്ന ഓപ്പറേഷനാണ്. ഇറ്റ് ഈസ് എ ഓപ്പറേഷൻ ഓഫ് പ്രൊഡ്യൂസിങ് എ സർക്കുലർ ഹോൾ യൂസിങ് എ ഡ്രിൽ ബൈ റിമൂവിങ് മെറ്റീരിയൽ ഫ്രം ദി വർക്ക് പീസ്. ഡ്രില്ലിംഗ് ലെയ്ത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വർക്ക് പീസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, വർക്ക് പീസ് ചക്കിൽ ഹോൾഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ഡ്രിൽ ബിറ്റ് എവിടെയാണ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക, ടെയിൽ സ്റ്റോക്കിലാണ് ഈ ഡ്രിൽ ബിറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുക, ടെയിൽ സ്റ്റോക്കിലായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഈ റൊട്ടേറ്റിംഗ് വർക്ക് പീസിലോട്ട് ആ ഡ്രിൽ ബിറ്റ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതിൽ സർക്കുലർ ഹോള് പ്രൊഡ്യൂസ് ചെയ്യും. The drilling is accomplished on lathe by feeding the stationary drill into rotating workpiece. അതായത് വർക്ക് പീസ് റൊട്ടേറ്റിംഗ് ആയിരിക്കും, ഡ്രിൽ എന്താണ് സ്റ്റേഷനറി ആയിട്ട് ജസ്റ്റ് ഫീഡ് ഈ ഡയറക്ഷനിൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ. അന്നേരം എന്ത് ചെയ്യും, അതിൽ ഹോള് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് ബോറിംഗ്. നേരത്തെ പറഞ്ഞ ഡ്രില്ലിങ്ങിൽ ഉപയോഗിക്കുന്നത് മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇനി ബോറിംഗ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് എൻലാർജിങ് ദ ഡ്രിൽഡ് ഹോൾ. ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഹോള് അതിൻ്റെ ഡയമീറ്റർ കൂട്ടുന്ന അല്ലെങ്കിൽ ആ ഹോളിൻ്റെ സൈസ് കൂട്ടുന്ന ഓപ്പറേഷനാണ് ബോറിംഗ് എന്ന് പറയുന്നത്. പുതിയൊരു ഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല, ഇറ്റ് ഈസ് ഓൺലി എൻലാർജിങ് എ പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ. ദ വർക്ക് പീസ് ഈസ് ഹെൽഡ് ഇൻ ദ ചെക്ക് ആൻഡ് ബോറിംഗ് ടൂൾ ഈസ് മൗണ്ടഡ് ഓൺ ദി ടൂൾ പോസ്റ്റ്. വർക്ക് പീസ് ഇവിടെ ചക്കിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും, അതേപോലെ ടൂൾ പോസ്റ്റിൽ എന്ത് ചെയ്യും, ബോറിംഗ് ടൂൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. ബോറിംഗ് ഈസ് ഡൺ ബൈ മൂവിങ് ദ കട്ടിംഗ് ടൂൾ ടുവാർഡ്സ് ദി റൊട്ടേറ്റിംഗ് വർക്ക് പീസ്. വർക്ക് പീസ് ചക്കിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ ബോറിംഗ് ടൂൾ പോസ്റ്റിലാണ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതിന് എഗൈൻസ്റ്റ് ആയിട്ടുണ്ടാവും, മൂവ് ചെയ്യിച്ചിട്ട് മെറ്റൽ റിമൂവ് ചെയ്യും. അടുത്തത് റീമിംഗ് ഈസ് ദി ഓപ്പറേഷൻ ഓഫ് ഫിനിഷിംഗ് ആൻഡ് സൈസിങ് ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹോൾ. അതായത് റീമിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ഡയമെൻഷനിലോട്ട് നമ്മളെ ഹോളിനെ ഫിനിഷ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്, റിക്വേർഡ് സർഫസ് ഫിനിഷൊക്കെ കൊടുക്കുന്ന ഒരു ഓപ്പറേഷനാണ് റീമിംഗ് എന്ന് പറയുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഹോളിൽ ചെയ്യുന്ന ഓപ്പറേഷനാണ്, അല്ലാതെ പുതിയൊരു ഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല റീമിംഗ്. ജസ്റ്റ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഹോളിൻ്റെ ഡയമെൻഷൻസൊക്കെ എക്സാക്റ്റ് വാല്യൂലായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കും. അതിനുപയോഗിക്കുന്ന ടൂളിനെ പറയുന്ന പേരാണ് റീമർ. അത് പറഞ്ഞാലും ഒരു മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളാണ് റീമർ എന്ന് പറയുന്നത്.
ദ വർക്ക് പീസ് ഈസ് ഹെൽഡ് ഇൻ ചെക്ക് ആൻഡ് റീമർ ഈസ് ഹെൽഡ് ഇൻ ദി ടെയിൽ സ്റ്റോക്ക്. ഇവിടെ എന്താണ്, വർക്ക് പീസ് ആസ് യൂഷ്വൽ ചെക്കിൽ തന്നെയാണ് ഹോൾഡ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. റീമർ ടൂൾ എവിടെയാണ്, ടെയിൽ സ്റ്റോക്കിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. റീമിങ് ഈസ് അക്കംപ്ലിഷ്ഡ് ഓൺ ലെയ്ത്ത് ബൈ ഫീഡിങ് ദ സ്റ്റേഷനറി റീമർ ഇൻ ടു എ റൊട്ടേറ്റിംഗ് വർക്ക് പീസ്. അതായത് ഇവിടെ ചെക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ റൊട്ടേറ്റിംഗ് വർക്ക് പീസിലോട്ട് എന്ത് ചെയ്യും, ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ട് ആ റീമർ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് റീമിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലെയ്ത്ത് ഓപ്പറേഷൻസ്.